മുംബൈ ഭീകരാക്രമണ കേസിൽ ഒരു വലിയ നയതന്ത്ര വിജയമാണ് ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ നമുക്ക് അഭിമാനമായ ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. ലോക്നാഥ് ബെഹ്റ IPS. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹം അത് ഇൻവോൾവ് ചെയ്ത എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിമിഷത്തിലെ സന്തോഷം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ. സാർ, ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയമായിട്ട് തന്നെയല്ലേ ഇതിനെ കണക്കാക്കുന്നത്? ഇത് വളരെ ഒരു നല്ല അച്ചീവ്മെൻ്റാണ്. 2011 ഞങ്ങൾ താഹൂർ ഹുസൈൻ റാണക്കെതിരായിട്ട് ചാർജ് ഷീറ്റ് NIA സ്പെഷ്യൽ കോർട്ട് ഡൽഹിയിൽ സമർപ്പിച്ച അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഞങ്ങൾക്ക് ഈ റാണയ്ക്ക് ആക്സസ് കിട്ടിയില്ലായിരുന്നു. റാണയ്ക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ പല സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് വച്ചിട്ട് അങ്ങരുടെ പേരിൽ ഒരു ഇൻ ആബ്സെൻസിയ ചാർജ് ഷീറ്റ് സമർപ്പിച്ചായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു എക്സ്ട്രാഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്തായിരുന്നു. കാരണം എക്സ്ട്രാഡിഷൻ ഈസ് ഗവൺമെൻറ് പ്രെറോഗേറ്റീവാണ്. അത് കുറച്ച് സമയം പിടിച്ചു. എക്സ്ട്രാഡിഷൻ എത്ര പെട്ടെന്ന് വരാറില്ല. കാരണം ഒരു ലീഗൽ പ്രോസസ്സ് ആയതുകൊണ്ട് അപ്പീൽ എങ്ങനെ ചെയ്തിട്ട് സുപ്രീം കോടതി വരെ പോയി. 14 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ. ഇതിൽ ആക്ച്വലി ഭാരത് സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസിക്ക്, ഗവൺമെൻറ്റിക്ക്, എല്ലാവർക്കും നമ്മൾ ആക്ച്വലി ഐ ഷുഡ് സേ എവറിബഡി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. കാരണം ഈ താഹൂർ ഹസൻ റാണ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ്. ഇവർ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സംഭവം എങ്ങനെ ഉണ്ടായി. 162 പീപ്പിൾ ഡൈഡ്. ഇറ്റ് ഈസ് സാഡ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് കിട്ടി. ഇപ്പോൾ ഇയാൾ വന്ന ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ആ കോൺസ്പിരസിയിലെ. പിന്നെ കുറച്ചുകൂടി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കൽ സപ്പോർട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ബാക്കി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസിമാരെ വളരെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യും. എനിക്ക് അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊരു നല്ല ഒരു അച്ചീവ്മെൻറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു നല്ല അച്ചീവ്മെൻറ്റ് ഞാനത് പറയാം. നമ്മൾ ഇപ്പോൾ ഇന്ത്യയോട് കുറച്ച് അഷ്വറൻസ് വാങ്ങിയിട്ടുണ്ടല്ലോ US. ഇപ്പോൾ റാണയെ ഉപദ്രവിക്കരുത്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അഷ്വറൻസോട് കൂടിയിട്ടാണല്ലോ ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു അഷ്വറൻസ്, പ്രത്യേകിച്ചും ഇത്ര വലിയൊരു ഭീകരാക്രമണ കേസിലെ പ്രതിയാണ്, അങ്ങനെ ഒരു അഷ്വറൻസ് വാങ്ങേണ്ടുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്? എക്സ്ട്രാഡിഷൻ ലോ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആക്ച്വലി എക്സ്ട്രാഡിഷൻ ലോയിലെ കുറച്ച് കണ്ടീഷൻസ് എക്സ്ട്രാഡൈറ്റിംഗ് കൺട്രിക്ക് ഇടാം. ഞാൻ അബുസലം വരാൻ സമയത്ത് അതുപോലെ തന്നെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് എക്സ്ട്രാഡിഷൻ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും കണ്ടീഷൻസ് ഉണ്ടാക്കും. കാരണം ഹ്യൂമൻ റൈറ്റ്സ് കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയി. ഒരു കൺട്രിയിൽ നിന്നും മറ്റേ കൺട്രിയിലേക്ക് വരുന്നുണ്ടോ. സോ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രോട്ടോക്കോൾസ് ഉണ്ടോ, പല കാര്യങ്ങളുടെ ഇൻ്റർപോളുടെ ഉണ്ടോ. ഈ കാര്യത്തിൽ തന്നെ നമുക്ക്, പക്ഷേ ഇന്ത്യ അത് സാധാരണ രീതിയിൽ ആക്ച്വലി വയലേറ്റ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാരണം ഇപ്പോൾ സയൻറ്റിഫിക് രീതിയിൽ ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് അതിലെ ഞാൻ ആക്ച്വലി ഐ എം നോട്ട് വെരി സർപ്രൈസ്ഡ് ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടാക്കും. ഇത് സാധാരണ ദിസ് ഇസ് എ വെരി റുട്ടീൻ തിങ്. ഇത് എക്സ്ട്രാഡിഷൻ സമയത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കും. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും റാണയും തമ്മിലുള്ള ഒരു ബന്ധം ആദ്യഘട്ടത്തിലേ തന്നെ മനസ്സിലായിരുന്നു. അപ്പോൾ ഇവർ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു, ക്ലാസ്മേറ്റ്സ് ആണെന്ന് പറയുന്നു. അതിൽ ഹസൻ ഓടിയെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ സാറിന് അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുമായിരിക്കുമല്ലോ. അതിൽ ആക്ച്വലി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ടോ, എല്ലാവരും വായിക്കുന്നുണ്ടോ. അതിൽ പുള്ളി കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ഒരു കോളേജിൽ പഠിച്ചിട്ടാണ്. ഏജ് ഓൾസോ ഡിഫറൻസ് കൂടുതലില്ല. അവരൊരു ജിഹാദി മൈൻഡ് സെറ്റാണ്. മാരേജ് ഓഫ് കൺവീനിയൻസ് അതൊന്ന് പറയാം. അവരുടെ ആ രീതിയിലായി. അപ്പോൾ പിന്നെ അവർ ആൻറ്റി ഇന്ത്യൻ സെൻറ്റിമെൻറ്റുള്ള ആൾക്കാരായിരുന്നു. ലഷ്കർ ആയിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ വന്നിട്ടുണ്ടോ.
ഈ അത് അടിസ്ഥാനമാക്കിയിട്ട് മാത്രം ഞങ്ങൾ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇല്ലെങ്കിൽ മുട്ട കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല, കോർട്ട് റിജക്റ്റ് ചെയ്യും. ഇൻ അബ്സെൻസിയ ഞങ്ങൾ ചെയ്തിട്ട് പറഞ്ഞ ഈ എവിടെയും തെളിവുകളുണ്ടോ, ഇയാളുടെ ഫ്രണ്ടാണോ, ഇയാളുടെ അപ്പോൾ ഒരു ബോംബെയിലെ താഹൂർ റാനാക്ക് എന്തിനാണ് ഒരു ഓഫീസ് തുടങ്ങാൻ എന്താ അവർക്ക് ഗുണമുണ്ടോ? ഇതാണ് ഒരു ഫ്രണ്ട് എൻഡിൽ അവൻ ഉണ്ടാക്കിയിട്ട് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വരും അവരുടെ എംപ്ലോയി ആയിട്ട്, പിന്നെ ആളെ പോയി എല്ലാം റെക്കി ചെയ്യും, അത് അവർക്ക് ഹാൻഡ്ലർമാർക്ക് കൊടുക്കും. അതാണ് ആക്ച്വലി അതിലെ കോൺസ്പിരസി. അതിൽ തെളിവെല്ലാം നമുക്ക് കയ്യിലുണ്ടോ? അതിൽ ഒരുപാട് ഫോൺ കോൾസ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇത് പിന്നെ ആദ്യഘട്ടത്തിൽ ഇപ്പം അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ ഒരു വലിയ നേട്ടമായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത ഒരു നീക്കം എന്തായിരിക്കും? ഇതിൽ ക്ലാരിറ്റി ആയിക്കഴിഞ്ഞു, ഈ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ എന്നുള്ളതിൽ സാറോട് ഇൻക്ലൂഡ് ആയിട്ടുള്ള അന്വേഷണ സംഘം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളതും കുറ്റപത്രത്തിൽ അത് കൃത്യമായിട്ടുള്ളതുമാണ്. ഇനി ഇത്തരമൊരു ഇത് പ്രതിയെ ഇനി ഇന്ത്യ എന്താണ് അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രണ്ടു കാര്യമുണ്ട് മാഡം. ഞാൻ നേരത്തെ പറഞ്ഞു താഹൂർ ഹുസൈൻ റാണയ്ക്ക് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവരുടെ മറ്റേ ഏജൻസിയുടെ ഇപ്പോൾ ബോംബെ പോലീസിൻ്റെ ചാർജ് ഷീറ്റിൽ അങ്ങയുടെ പേരുണ്ട്, പിന്നെ NIAയുടെ ചാർജ് ഷീറ്റിൽ പേരുണ്ട്. രണ്ടു ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് ചോദ്യം ചെയ്യും. ഫസ്റ്റ് കോടതിയുടെ അനുവാദം വാങ്ങിച്ചിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ദാറ്റ് ഈസ് ഫസ്റ്റ് റൂൾ. അപ്പോൾ ആ സമയത്ത് ചോദ്യം ചെയ്ത സമയത്തെ ചിലപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാക്കില്ല. ആ കാര്യങ്ങൾ പുറത്തേക്ക് വരും. സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം, പുള്ളി താഹൂർ ഹുസൈൻ റാണ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി, ഇൻക്ലൂഡിങ് കൊച്ചിനിലേക്ക് വന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കൊച്ചിനിലെ കുറേ ആൾക്കാരായിട്ട് കുറേ ഇൻ്റർവ്യൂ നടത്തി. അത് ഫ്രണ്ട് എൻഡിൽ. ബാക്ക് എൻഡിൽ ഏതെങ്കിലും ആളായിട്ട് സംസാരിച്ചു, എന്തൊക്കെ ഇവിടെ ചെയ്തു, ഈ കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്തെ ആ കാര്യങ്ങൾ ഈ ഇൻട്രോഗേഷനിൽ വരും. ഇവിടെ താമസിച്ചു, ആരായിട്ട് സംസാരിച്ചു. സപ്പോസ് ഈ ആൾ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കാൻ ബാംഗ്ലൂരിൽ 200 ആൾ വന്നിട്ട് ഇവിടുത്തെ ആളായിട്ട് സംസാരിച്ചു, ഓർ ഡൽഹിയിൽ 200 ആൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അത് ആ എവിഡൻസ് വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ഫസ്റ്റ് ഇൻട്രോഗേറ്റ് ചെയ്യൂ, അത് തെളിവാക്കാൻ വേണ്ടി വെരിഫൈ ചെയ്തിട്ട് പിന്നെ ഒരു അഡീഷണൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ പ്രൊസീജിയർ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ഐ സേ ഈസ് ദാറ്റ് ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ഇനി കുറച്ച് ആൾക്കാരുടെ പേര് അക്യൂസ്ഡ് ആയിട്ട് വരും, ചിലപ്പോൾ വരും. അതാണ് അതിലെ ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ആ ഒരു ഇതിൽ വളരെ വലിയൊരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാറിൻ്റെ ഒരു ഇൻ പേഴ്സൺ ഒരു റിയാക്ഷൻ എന്താണ്? ഞാൻ കുറേ ദിവസമായിട്ട് എനിക്കൊരു ദൃഢവിശ്വാസം ഉണ്ടായിരുന്നു ഇയാളുടെ എക്സ്ട്രഡിഷൻ ആവും, അങ്ങരുടെ അപ്പീൽ റിജക്റ്റ് ആവുക. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഇതാണ്. ഐ വാസ് ഫീലിംഗ് വെരി ഹാപ്പി. കാരണം ഞങ്ങൾ 2011 അങ്ങരുടെ ഒരു ഇൻ അബ്സെൻസിയ സാധാരണ രീതിയിൽ ചാർജ് ഷീറ്റ് ചെയ്യാറില്ല. പക്ഷേ ഞങ്ങൾ ചെയ്തു. പക്ഷേ അതിൽ പിന്നെ എക്സ്ട്രാഡിഷൻക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു കൊടുത്തു. സോ വി ആർ വെരി ഹാപ്പി. കാരണം അതിൽ നമ്മുടെ ഹോം മിനിസ്റ്റർ, അദ്ദേഹം, പിന്നെ MHA, പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ആളുകൾ, അപ്പോൾ ഡിപ്ലോമാറ്റിക് രീതിയിൽ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത ശേഷം മാത്രം ആളെ കിട്ടി. സോ ദേ മസ്റ്റ് ബി കോംപ്ലിമെൻറ്റഡ്, ദേ മസ്റ്റ് ബി സല്യൂട്ടഡ്. ദാറ്റ് ഇങ്ങനെ ഭയങ്കര ഒരു വിജയമാണ്. ഒരു എക്സ്ട്രാഡിഷൻ എത്ര ഈസി പ്രോസസ്സ് അല്ല. കാരണം സാധാരണ വളരെ റിയർലി ആൾക്കാർക്ക് മാത്രം നമുക്ക് കിട്ടാറുണ്ട്. സോ ആ എക്സ്ട്രാഡിഷൻ ലോ അതുപോലെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ ദി കൺട്രി. And so we have to deliver justice to the people who died. 162 persons died. അവരുടെ ഫാമിലിക്ക് ഒരു മറുപടി പറയണ്ടേ, ഈ ആൾക്കാരെയാണ് ചെയ്തത് കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായി. സോ ദിസ് ജസ്റ്റിസ് വിൽ ബി. സോ ഐ എം എക്സ്ട്രീംലി പേഴ്സണലി വെരി ഹാപ്പി.